നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സ്വീറ്റ് കോൺ ഉപയോഗിച്ചിട്ട് ഒരു 3 ടൈപ്പിലുള്ള ഒരു റെസിപ്പിയാണ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ സ്വീറ്റ് കോൺ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിതുപോലെ കോൺ ചേർക്കാറുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കണം. ഇത് ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ്. അപ്പോൾ ഫ്രഷ് ആകുമ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതിനൊരു കുക്കിംഗ് ടൈം ഉണ്ടാവും. ഒന്നുകിൽ നമുക്ക് വെള്ളത്തിലൊരു 10 മിനിറ്റൊക്കെ ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ നല്ലതുപോലെ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവി കയറ്റി എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ റെസിപ്പിക്ക് വേണ്ടി ഫ്രോസൺ കോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതെടുത്തത്. അപ്പോൾ ഫ്രോസൺ കോണാകുമ്പോൾ നമുക്ക് ഒരു ഹാഫ് കുക്കിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് നേരം അതിന് കുക്കിംഗ് ടൈമില്ല. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞൊരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കോൺ റെഡിയായി വരും. അപ്പോൾ ഒരുപാട് നേരം ഇട്ട് വേവിക്കുവാണെങ്കിൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട. വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം 2 മിനിറ്റ് മാത്രം മതി. ഇപ്പോൾ ഇത് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഓവർ കുക്കായി ഒന്നും പോയിട്ടില്ല. ഇതിന് ശേഷം നമ്മുടെ ഈ വെള്ളം ഒന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയണം. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അരിപ്പ പാത്രത്തിലേക്ക് നമുക്കിതങ്ങ് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളം ഫുള്ള് പോയിട്ടുണ്ട്. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം. നേരത്തെ ഊറ്റിക്കളഞ്ഞ ആ വെള്ളമായാലും മതി. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ വീണ്ടും നമ്മുടെ കോൺ നല്ല ആവി പറക്കുന്ന ചൂടോടുകൂടി ഇരിക്കും. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ നമ്മുടെ റെസിപ്പി പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. നമ്മളിത് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെച്ചിട്ടുള്ളത്. ആ റെഡ് ചെറിയ പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുള്ളത് ബട്ടറാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ കാണുന്നത് കുറച്ച് ചീസാണ്, ലൈം ജ്യൂസ്, റെഡ് ചില്ലി പൗഡർ, മല്ലിയില, ഗ്രീൻ ചില്ലി, കുറച്ച് പെപ്പർ, സോൾട്ട്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ ആവി പറക്കുന്ന കോൺ നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത് അതിലേക്ക് ഇടുക. ഞാനിപ്പോൾ 3 ടൈപ്പിൽ കാണിക്കുന്നുണ്ട്. എല്ലാം കുറച്ച് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നല്ല ചൂടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ബട്ടറാണ്, ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ എടുക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. നല്ല റൂം ടെമ്പറേച്ചറിലായ ബട്ടറാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അത് നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കുറച്ച് നാരങ്ങാ നീരാണ്. നാരങ്ങാ നീര് ഒരുപാടൊന്നും ചേർക്കരുത്, അപ്പോൾ ഒരുപാട് പുളിയായി പോകും. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും. വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ഇപ്പം അതിലേക്ക് വീണ്ടും ഒരു 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ അൺസോൾട്ടഡ് ആയതുകൊണ്ട് ഞാൻ വീണ്ടും ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 1-ാം നമ്പർ റെസിപ്പി ചില്ലി സ്വീറ്റ് കോൺ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു നുള്ളു ചാട്ട് മസാല വേണമെങ്കിൽ ചേർക്കാം. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അത് ചേർക്കാം, അല്ലാത്തവർക്ക് ആവശ്യമില്ല. സ്വീറ്റ് കോൺ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ആവശ്യത്തിന് കോൺ നമുക്കതിലേക്ക് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. ഇത് സോൾട്ടഡ് ചീസ് ആയതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് വേറെ ഉപ്പ് ഇതിൽ ചേർക്കുന്നില്ല. നിങ്ങളുടെ ഉപ്പില്ലാത്ത ചീസാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഇതല്പം എരിവോടെ കഴിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒരല്പം ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ എരിവിനനുസരിച്ച് അത് ക്രമീകരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഒരു 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്തിട്ടില്ല. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ക്രീമി രൂപത്തിലാക്കുമ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ തീർന്നു. അപ്പോൾ 2-ാമത്തെ ടൈപ്പ് കോൺ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. സ്വീറ്റ് കോൺ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ 2 റെസിപ്പിയിലും ഒരല്പം എരിവൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ചിലപ്പോൾ അത് അത്ര ശരിയായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഈ കാണിക്കുന്ന വേർഷൻ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ആവശ്യത്തിന് കോൺ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലാവണമെന്ന് പറയാനുള്ള കാര്യം, അതാവുമ്പോൾ നമ്മുടെ ചൂട് കോണുമായിട്ട് പെട്ടെന്ന് നല്ലപോലെ മിക്സ് ആവും. കുറച്ച് പെപ്പർ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീരാണ്. കുട്ടികൾക്ക് ചേർക്കുമ്പോൾ ഒരുപാട് നാരങ്ങാ നീരിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് ബട്ടർ മാത്രമേ ചേർത്തുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ആ ടേസ്റ്റിനനുസരിച്ച് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ആകുമ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ 3 ടൈപ്പിലുള്ള സ്വീറ്റ് കോൺ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ളോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.